നമസ്കാരം, വെട്ടർ ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ നഗരസഭാ സ്റ്റേഡിയം നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. ജനപ്രതിനിധികളുടെയും സ്പോർട്സ് പ്രേമികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീം അധ്യക്ഷത വഹിച്ചു. ഏറെ വിവാദങ്ങൾക്ക് ഇടം നൽകിയ തിരൂർ നഗരസഭാ സ്റ്റേഡിയം നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ മൈതാനി കളിസ്ഥലം ഭംഗിയായി പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് സുന്ദരമാക്കിയെടുക്കാൻ വേണ്ട തുക നമ്മുടെ മുനിസിപ്പൽ കൗൺസിലാണ് നീക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇപ്പോൾ നിലവിലുള്ള ട്രാക്ക് തകർന്നിട്ടുണ്ട്. 6 വരിപ്പാതയാണ് ഉള്ളത്. അത് 8 വരിയുള്ള ട്രാക്കാക്കി മാറ്റി ആധുനിക രീതിയിൽ സജ്ജീകരിക്കുവാനുള്ള തുകയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിങ്ങളുടെ ആവശ്യപ്രകാരം അനുവദിച്ചിട്ടുള്ളത്. ഈ 2 തുകയും കൂടി ഇതിൻ്റെ അകത്തളം ഭംഗിയാക്കാൻ പരമാവധി നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. മുനിസിപ്പൽ കൗൺസിൽ ഇനിയും ഫണ്ടൊക്കെ അനുവദിക്കാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ നിങ്ങളോട് സംസാരിക്കും. എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ ജനങ്ങളുടെ ഈ പ്രദേശത്തെ ബഹുജനങ്ങളുടെ മുഴുവൻ പിന്തുണയും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്ന് ഈ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുന്നത്. കാരണം തിരൂർ നഗരസഭാ കൗൺസിൽ 4 വർഷം പിന്നിടുകയാണ്. ഇനി ഒരു കാത്തിരിപ്പിന് നമുക്ക് സമയമില്ല. വളരെ അടിയന്തിരമായി തിരൂരിലെ കായിക പ്രേമികളുടെ ആവശ്യപ്രകാരം സ്റ്റേഡിയം നല്ല രീതിയിൽ നവീകരിച്ച് തുറന്നു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനോട് അനുബന്ധപ്പെട്ടാണ് ഇന്ന് തന്നെ പ്രവൃത്തി ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. വളരെയധികം സന്തോഷത്തോടെ എല്ലാവരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി സ്റ്റേഡിയത്തെ തിരൂരിലെ കായിക പ്രേമികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് നല്ല രീതിയിൽ മാറ്റിയെടുത്ത് കൊടുക്കണമെന്നാണ് ഈ കൗൺസിൽ ആഗ്രഹിക്കുന്നത്. കൗൺസിലിന് വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിന്ന ബഹുമാന്യനായ MLAയെയും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും പ്രിയപ്പെട്ട കൗൺസിൽ അംഗങ്ങളെയും എല്ലാവരോടും ഈ ഒരു സമയത്ത് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. തിരൂർ നഗരസഭ 1,10 ലക്ഷം രൂപയും MLA ഫണ്ട് 2 കോടിയും ഉപയോഗപ്പെടുത്തിയാണ് തിരൂർ നഗരസഭ തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിക്കുന്നത്. ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരണം, സിന്തറ്റിക് ട്രാക്ക് നവീകരണം, കുടിവെള്ളക്കിണർ, വാട്ടർ ടാങ്ക്, സ്റ്റേഡിയത്തിൽ ജലസേചനത്തിനാവശ്യമായ സ്പ്രിംഗ്ലർ സ്ഥാപിക്കൽ, സ്റ്റേഡിയം നടപ്പാത, ഹാപ്പിനെസ് പാർക്ക്, പവലിയൻ, ടോയ്ലറ്റ് എന്നിവയുടെ നിർമ്മാണവും പ്രവൃത്തിയുടെ ഭാഗമായി നടക്കും. നവീകരണ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ അധ്യക്ഷ AP നസീമ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ P രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുൽ സലാം, വാർഡ് കൗൺസിലർമാരായ K അബൂബക്കർ, നിർമ്മല കുട്ടികൃഷ്ണൻ, മറ്റു കൗൺസിലർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PKK തങ്ങൾ, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, യാസർ പയ്യോളി, PV സമദ്, K ഷാഫി ഹാജി, AK സൈദാലിക്കുട്ടി, V മൊയ്തീൻകുട്ടി, CV വിമൽകുമാർ, അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ.